ഇപ്പൊ നമ്മള് ഇന്ന് എന്തിനെ കുറിച്ചാ പഠിച്ചത്? ഇന്ന് എന്തിനെ കുറിച്ചാ പഠിച്ചത്? അപ്പൊ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാ പഠിച്ചത്? തൊബീബൻ. നമ്മളെ പാഠത്തിന്റെ പേരെന്താണ്? തൊബീബൻ. തൊബീബ് എന്ന് പറഞ്ഞ എന്താണ് അലിയെ? ഡോക്ടർ. നമുക്കെല്ലാവരും ഡോക്ടർ ആവണ്ടേ? നമുക്ക് ഡോക്ടർ കളിക്കണ്ടേ? ഡോക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്? ഡോക്ടറിന്റെ പണി എന്താണ്? ഡോക്ടറിന്റെ പണി എന്താണ്? ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ലേ? ഇതിനെന്താ പറയാ? ഇതെന്തിനാണ് ഡോക്ടർ ഉപയോഗിക്കുന്നതെന്ന് അറിയാ? ഈ സാധനം ഉണ്ടല്ലോ, ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ, ഇത് രണ്ടും ചെവിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യോ? നമ്മളെ ഹൃദയത്തിൽ ഇവിടെ ഇങ്ങനെ നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചാൽ ഹാർട്ട് ടുക് 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 എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തുതരാ? നിങ്ങൾക്കിത് ചെവിയിൽ വെച്ചിട്ട് കേൾപ്പിച്ചുതരാം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഡോക്ടർ ഉപയോഗിക്കുന്ന സാധനമാണിത്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഡോക്ടർ എന്താ ചെയ്യുക? ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ നോക്കുക കുട്ടികളെ, ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനോട് ആദ്യം എന്താ ചോദിക്കുക? സലാമൻ്റെ പേരൊക്കെ ചോദിക്കുക. ആദ്യമോ എന്താ അസുഖം എന്നല്ല ചോദിക്കുക. ഡോക്ടറെ അടുത്ത് ഒരാൾ പോകുന്നത് ആരാണ്? അസുഖമുള്ളവരെ ഡോക്ടറെ അടുത്ത് അസുഖമുള്ളവരാണ് ഫൈസാനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേൾക്ക്. അസുഖമുള്ളവരാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുക, ആണോ അല്ലേ? പിന്നെ ഒരാഴ്ച മുമ്പേ 2-3 ദിവസം മുമ്പുണ്ടല്ലോ, ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ട്, ഒരു മാരകമായ അസുഖം വന്നിട്ട് ആശുപത്രിയിൽ പോയി. കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം. ഒരു ഉസ്താദാണ്, അറിയപ്പെട്ട ഉസ്താദാ. ആ ഉസ്താദിന് അസുഖം വന്നിട്ട് ആ ഉസ്താദിനെ ചികിത്സിക്കാൻ വേണ്ടി കുന്നംകുളം ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർമാർ ചികിത്സയിൽ എന്തോ പിഴവ് പറ്റിയിട്ട് ചികിത്സിക്കുമ്പോൾ, അസുഖം നോക്കുമ്പോൾ അത് പിന്നെ എന്താ പറയുക, ICUലൊക്കെ കൊണ്ടുപോയി കിടത്തി. പിന്നെ ശ്വാസം കിട്ടാതായി, ശ്വാസത്തിന് എന്തോ പ്രശ്നം വന്നിട്ട്, ചികിത്സയിൽ എന്തോ പെശക് വന്നിട്ട്, എന്തോ പിഴവ് വന്നിട്ട് ആ ഉസ്താദ് മരണപ്പെട്ടു, ശ്വാസം കിട്ടാതെ. ഡോക്ടർമാർ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊരു ഉസ്താദ്, എന്നെങ്കിലൊക്കെ ഒരു ഉസ്താദ്. ഡോക്ടർമാർ ഒരു രോഗിനെ വെറുതെ പിന്നെ അസുഖം നോക്കിയിട്ട് ഭേദമാക്കല്ലോ ഡോക്ടർമാരുടെ ഡ്യൂട്ടി. ഭേദമാക്കുന്നത്, അസുഖം തരുന്നത് ആരാണ്? ഡോക്ടറാണോ? അസുഖം തരുന്നത് ആരാ? അള്ളാഹു ആണ് അസുഖം തരുന്നത്. അസുഖം തരുന്നത് ആരാണ്? അള്ളാഹു ആണ്. അസുഖം മാറ്റുന്നത് ആരാണ്? അല്ല, അതും അള്ളാഹു ആണ്. പക്ഷെ അസുഖം വന്നാൽ ആരെ നമ്മൾ കാണാൻ പോകേണ്ടത്? ഡോക്ടറെ കാണാൻ പോകണം, അല്ല അള്ളാഹിനെ കാണാൻ പറ്റുമോ? ഒരസുഖം ഇപ്പോൾ നമുക്കൊരു തലവേദന വന്ന്, അല്ലെങ്കിൽ പനി വന്നു, അല്ലെങ്കിൽ വയറിന്ന് പോവുക, വയറ്റുന്നോക്ക് പിടിച്ചു, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ കാലുവേദന, എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അലിയെ എവിടെ പോകുക? അള്ളാഹിനെ കാണാൻ പോകുക? അള്ളാഹിനെ കാണാനല്ല പോകുക. നമ്മൾ ഈ ലോകത്ത് അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള മാർഗങ്ങളുണ്ട്. അപ്പം അസുഖം വന്നാൽ ആരെ കാണാൻ പോകേണ്ടത്? ഡോക്ടറെ കാണാൻ പോകും. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്തു തരും? മരുന്ന് കുറിച്ച് തരും. അത് നമ്മൾ എവിടെ പോയിട്ട് വാങ്ങും? മെഡിക്കൽ ഷോപ്പിൽ പോവും. അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങൂലേ? പൈസ കൊടുക്കാതെ ഗുളിക കിട്ടുന്ന ആശുപത്രികളുണ്ട്. അതായത് നമ്മൾ ബില്ലിന് മാത്രം, അഥവാ നമ്മൾ പേരൊക്കെ എഴുതി റെസീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം 10 ഉറുപ്പ്യ കൊടുത്താൽ മതി, മരുന്നിനൊന്നും പൈസ കൊടുക്കണ്ട. അങ്ങനത്തെ ആശുപത്രി ഏതാണെന്നറിയാം? ഗവൺമെൻറ് ആശുപത്രി എന്ന് കേട്ടിട്ടില്ലേ? അവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല മരുന്നിനൊന്നും. അപ്പോൾ അസുഖം വന്നാൽ ഫൈസാനെ ആരെ കാണാൻ പോകേണ്ടത്? ഡോക്ടറെ. ഡോക്ടർ മരുന്ന് തരും. ആ മരുന്ന് നമ്മൾ എന്ത് ചെയ്യണോ? കുടിക്കണം. അസുഖം മാറ്റുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. അസുഖം തരുന്നവനും ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു ഇനി ഇവിടെ ആർക്കൊക്കെ ഡോക്ടർ ആവാൻ പൂതിയുള്ളവർ? നിങ്ങൾക്കൊക്കെ ഡോക്ടർ ആവാൻ പൂതിയുണ്ടോ? ഇൻഷാ അല്ലാ, നിങ്ങളൊക്കെ അള്ളാഹു തആല നല്ല ഉന്നത സ്ഥാനത്തേക്കുള്ള ഡോക്ടർമാരാക്കട്ടെ ഇൻഷാ അല്ലാ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? നമ്മളെ പിന്നെ കുടുംബത്തിലോ നമ്മളെ വീട്ടിലോ ആരെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പിന്നെ മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ മദ്രസ സദർ ഉസ്താദില്ലേ,
സദർസ്ഥാൻ്റെ ഉമ്മ ഇന്നലെ മിഞ്ഞാന്നാറ്റം പിന്നെ വീടിന്ന് വീണിട്ടേ എന്തോ സ്ലാബിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി. എന്നിട്ട് ഉസ്താദിൻ്റെ ഉമ്മ ആശുപത്രിയിലാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഉമ്മാൻ്റെ ഐസിയിലാണ്. ആ ഉമ്മാൻ്റെ വേദനകളും അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.